ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും ഞാൻ 2-3 ദിവസമായിട്ട് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സെഡേഷനുള്ള മെഡിസിൻസാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവാണ്, രാവിലെയും രാത്രിയൊക്കെ നേരത്തെ ഉറങ്ങിപ്പോവാണ്. മൂന്നാൾ പോകാൻ പറ്റില്ല ഇതിമേ. ഇല്ല, ഞങ്ങൾ പോയി നോക്കട്ടെ. എന്തിനാണ് ഒരു വണ്ടി നസികുസി ആക്കണത്? നസികുസിയോ ട്രിപ്പിൾസൊക്കെ ഒരു വണ്ടിക്ക് മിനിമം കപ്പാസിറ്റിയാണ്. അവിടെ ചവിട്ടാ കമ്പി വെച്ച് അത് ഇപ്പച്ചിക്കൊക്കെ ഓട്ടുമ്പോ ഇപ്പച്ചിക്ക് അറിയാതെ ഉള്ളിക്കൊക്കെ വെച്ചാ പിന്നെ പൊളിഞ്ഞിട്ടേ ഉള്ളൂ. കാലെടുക്കാൻ പറ്റില്ല. വണ്ടി എങ്ങനെ ഉണ്ട്? കേരളോ എടാ ഹൈവേസ്റ്റ് കയറിയൊക്കെ 4 ആൾക്ക് സുഖമായിട്ട് പോവാട്ടെ ദിമേ. എടാ ഈച്ചോ പോയിട്ടോ മണ്ടന്മാരാണ് കേട്ടോ. അതിൽ പോയ ഒറ്റ ഒന്നിനും ബുദ്ധിയില്ല, എല്ലാം ഒറ്റ ബുദ്ധികളാണ്. സോ ഗൈസ്, നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. എന്നാലും ഡെയിലി ഇപ്പം എന്താ പറയുക പ്രശ്നം, ഡെയിലി വ്ളോഗ് ഇട്ടിട്ടില്ലേ, മനുഷ്യ സൈഡായി കിടക്കുകയാണെങ്കിലും ആൾക്കാർ ചോദിക്കാം, ഓ സിനിമയിലൊക്കെ എടുത്തപ്പോൾ വ്ളോഗ് ഇട്ടില്ല, പാവം ഞാൻ അസുഖം വന്നൊന്ന് സൈഡായതാണ്. അസുഖം വന്ന് മരുന്ന് പിടിച്ച് കിടക്കേനി, 2-ാം ദിവസം ഹോസ്പിറ്റലിലേനി. അപ്പം അത് കാണാനല്ലോ കൊഞ്ഞടിയോ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആയിട്ടും ആൾക്കാരതാ പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ അങ്ങനെ പറയലിട്ടാ, കാരണം സിനിമന്റെ ബൈക്ക് അതിൽ പോയിക്കോളും. ഇപ്പൊ ഇന്ന് ബാസിൽ ഇവിടെ ഇരിക്കുമ്പോ എത്ര സിനിമന്റെ കോള വന്നതെന്നുള്ളത് ബാസിലിന് അറിയാം. ബാസിൽ ഞാൻ വന്നപ്പോ തന്നെ കുറച്ച് വോയിസ് കേൾപ്പിച്ചു കൊടുത്തത്, ബ്രോ ഒരു സിനിമ ഉണ്ട്, നല്ല പടമാണ്, നല്ല റോളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നടന്മാരപ്പാണ്, അപ്പൊ ബ്രോ എന്തായാലും വരണം. ഞാൻ സ്റ്റോറി പറഞ്ഞു എല്ലാരും എന്താ പറയാ നമുക്ക് സ്റ്റോറി ആദ്യം സംസാരിക്കാം. നമുക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞേ ഒരു സ്റ്റോറി സംസാരിക്കണ്ട, എനിക്ക് ആകെ ഒരു സ്റ്റോറി ഉള്ളൂ. അപ്പൊ ഞാൻ ഇതന്നെ ഷെരീഫ്ക്ക പറഞ്ഞോണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ ഷെരീഫ് ഖാനോട് ഓക്കെ പറഞ്ഞു. IPL പരസ്യം പോണ ഇങ്ങനെ പോകണ്ടേ പിരാന്തന്മാരാട്ടോ പോലെ. ഒറ്റൊന്നിന് കഥല്ല കേട്ടോ. ചവിട്ടി ഗ്യാസ് കുറ്റിക്ക് വന്ന് കുത്തി പൊട്ടിച്ചല്ലേ. അപ്പം ഈ പറഞ്ഞ ആൾക്കാരോട് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കുള്ള ബെസ്റ്റ് വാർത്ത എന്താ വെച്ചാൽ, ഈ വന്ന 8 കഥക്കും 7 കഥക്കും സിനിമ പറഞ്ഞ് വന്നവരോടൊക്കെ ഞാൻ പറയണം എന്താ വെച്ചാൽ, ഞാനില്ല എന്നാണ്. കാരണം ഇത് ഷെരീഫ് ഖാൻ എന്നുള്ളൊരു വ്യക്തിനായിട്ടുള്ള ഇന്നുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു സിനിമ. ഇത് കഴിഞ്ഞ് ആര് വന്നാലും ഞാൻ അവരോട് പറയണം, എനിക്ക് അഭിനയം അറിയില്ല, ഞാനില്ല. എടാ അതിൻ്റെ എന്തെങ്കിലും ചെക്ക് ചെയ്യണേ, എങ്ങനെ കേടെടുത്താന്നുള്ളതോ? അഫിഫേ ആക്സിലേറ്റർ കൊടുക്കല്ലേ കേട്ടോ, ആക്സിലേറ്റർ കൊടുക്കല്ലേ, പൊന്നാനിയും കൊണ്ടുപോകും. ആ എന്താണ് അപ്പോ അതാണ് സിറ്റുവേഷന്. ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇനി ഉണ്ടാവും. ഞാൻ അതോടെ ഒറ്റ സിനിമ ചെയ്തിട്ട് മലയാള സിനിമയിൽ നിന്ന് എൻ്റെ ആദ്യത്തേതും അവസാനത്തേതും അങ്ങനെ പറയണ്ടാറുണ്ടോ? ഞാൻ പിന്നെ പോവാനോ? എന്തിന് ഞാൻ ഇല്ല, അല്ലേ തന്നെ വെയ്ക്കൂല. ഞാൻ നോക്കട്ടെ പാട്ടും പരിപാടിയും വ്ളോഗൊക്കെ ആ ഒരു സുഖം. വൈകുന്നേരം ഒരു വ്ളോഗൊക്കെ ഇട്ട് ഒരു കട്ടൻ ചായ പാട്ടൊക്കെ പാടി നടക്കുന്ന സുഖം. ആ ലൊക്കേഷനിൽ മാർക്കോന്റെ ഒക്കെ വില്ലന്റെ ഒപ്പം ഇരുന്നാ കിട്ടുമോ? കിട്ടൂല, പേടിച്ചിരിക്കണ്ടേ.
ഫൈറ്റ് അടി കിട്ടി പഞ്ചറാവും ബോഡി. ഡെയിലി ഉറക്കം വരുന്നില്ല ഇപ്പം. അതായത് ഈ വില്ലന്മാരെ സംഭവം സിനിമയാണെങ്കിലും ഞാൻ സിനിമന്റെ പോലെ കാണുന്ന ആളാണ്. എനിക്ക് ഇപ്പോഴും ആ ക്യാരക്ടേഴ്സിനൊക്കെ പേടിയാണ്. ഒരു ഡെയിലി ലൈഫിൽ ഇങ്ങനെയാണ് മറ്റേ കാക്കൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് മെസ്സേജ് ഹായ് ബ്രദർ ഹൗ ആർ യു വിൽ ഡു ഗുഡ്. അവർ ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് നോ പ്രോബ്ലം എവ്രി വൺ കംസ് ലൈക്ക് ദിസ്. എക്സ്പീരിയൻസ് ഇല്ലാത്തതിന് എല്ലാവരും വരാന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോട്ട വില്ലനും പുഷ്പേട്ട വില്ലനൊക്കെ വൻ മോട്ടിവേഷൻ. അതിനോട് പാട്ടിടാനല്ല പറഞ്ഞിന്. പിന്നെ എങ്ങനെ ഇതിലേക്ക് ഷെരീഫ്ക്ക് എത്തിച്ചേർന്നു? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. അപ്പൊ എന്തായാലും ആ നോക്കാം. സാഹചര്യം എന്താന്ന് ഇൻഷാ അല്ലാ അല്ലേ എല്ലാരും അറിയും. അതായത് ഈ പടം കൊണ്ട് ഷെരീഫ്ക്ക് എനിക്ക് തന്ന ഒരു ഓഫർ ഉണ്ട്. അത് കുറച്ച് വൈകാതെ എല്ലാരും അറിയും. വീണ് പോകാൻ പറഞ്ഞില്ലേ? പക്ഷെ ഓ വീണ് പോകണം എന്തിനാ നമുക്ക് കാത്തിരുന്ന് കാണാം. ഫുൾ സെറ്റപ്പില് അതെന്താ പബ്ജി ഉണ്ടായില്ലേ? ഇങ്ങോട്ട് കൊണ്ടോ. ഇതില് പബ്ജി കളിച്ച് പോവേ. അത് വെള്ളം തന്നെ ഉണ്ടോ? അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയറിൽ കിട്ടും. എടാ ആ ഫോണിന്റെ ഡിസ്പ്ലേ ഇപ്പൊ പോട്ടെ ഈസാനെ. എല്ലാവിധ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇതില്. തരികിട ഇത് മനി എടാ കൊച്ചി നല്ല കൊച്ചി അച്ചി വേണ്ട മച്ചി മത്തി നല്ല മത്തി കരിങ്കത്തി ആണോ? സെറ്റായോ? ഫോൺ സെറ്റായോ? നമ്മളതിലുണ്ടോ സെറ്റ്? ആ അപ്പൊ ഇനി നിസാമിനെ കിട്ടുമോ? അപ്ലോഡിൽ ഇട്ടാലും നിസാമിനെ കിട്ടുമോ? നേരെ അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ സെറ്റ്. എനിക്ക് ഇന്ന് സ്കൂളില്ലല്ലോ. ഇജിലോ ആ ക്യാമറ ഓടിച്ചാ ഓനെ സ്ക്രീനിൽ കൊണ്ടുവരേ. ഇന്നലെ എന്താ? ഇന്നലെ പണി മുടക്കി. ആ ഇന്നോ ബന്ദ്. ഇന്നോ ബന്ദ്. ഇമ്മ സ്കൂൾ തുടങ്ങിയതിനു ശേഷം സ്കൂളിലുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഫുള്ള് അവധികൾ. മീറ്റിംഗിന് ഇജുവാണ് പോയിക്കണേ. ഒരു PTA മീറ്റിംഗിന് ഇപ്പിയാണ് പോയിക്കണേ. ഞാൻ നാളെ പഠിപ്പ് മുടക്കുണ്ടോ? നാളെ ഉണ്ട്. ആണോ? ഇപ്പൊ ഈ പഠിപ്പ് മുടങ്ങാത്തൊരു ദിവസം ഇപ്പൊ ഇല്ല കേരളത്തില്. നമ്മള് പഠിച്ചൊന്നും ഇത്ര ലീവില്ല. ഇതുവരെ ഒന്നും പഠിച്ചാത്ത ഇത് പ്ലസ് ടു റിസൾട്ട് കാണുമ്പോൾ ഈ ഇത് തന്നെ വേണട്ടോ. പഠിപ്പില്ലല്ലോ തന്നെ പറയണം. പഠിപ്പുണ്ട് എന്റെ കുട്ടിക്ക്. പഠിക്കാനായിട്ട് അവന്റെ ബുക്ക് ചെന്ന് നോക്കണം. നോട്ട് ബുക്ക് ഞാൻ മുടക്കാൻ മാത്രം ആയിട്ടില്ല. പഠിപ്പ് മുടക്കാനും നോട്ട്ബുക്ക് ഒക്കെ കൊല്ലം കഴിയാൻ നേരത്തെ മണത്തോക്കുമ്പല്ലേ പുതിയ ബുക്കിന്റെ മണം. എന്താ ഇടുക്കായിട്ടല്ലത്. ശംസാക്കതാ എഴുതിയ പേജ് വിറ്റു. എഴുതാത്ത പേജ് അവിടെ എടുത്ത് വെച്ചേക്കണം. ഈ അട്ടിക്ക് ബുക്കാ സംസാരം കണക്ക് ചെയ്താ. അതിനിപ്പോ ചീച്ചുവിന്റെ നോട്ട് ബുക്ക് കംപ്ലീറ്റ് പേജ് അതിലെടുക്കാല്ല. ഇവന് പേജേ എടുക്കാനുള്ളൂ. ഇതില് വേറെ മറ്റേ എഴുതിയ പേജൊന്നും ഇല്ല. എഴുതാത്ത പേജാണ് എടുക്കാനുള്ളത്. ഇവനൊന്ന് വെള്ളത്തിൽ കറക്കൂല പോരും. ഈ ആഴ്ച എത്ര ദിവസം സ്കൂളിൽ പോയി? ഈ ആഴ്ച സ്കൂൾ ഉണ്ടായാലല്ലോ സ്കൂൾ പോകാൻ പറ്റുള്ളൂ. തിങ്കളാഴ്ച പോയി. ഇല്ല ഈ സ്കൂളിൽ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് ആഗ്രഹിച്ച് നിൽക്കാണ്. മുമ്പാണി എല്ലാം പാസ്സായി. എന്താ സാധനം കിട്ടിയ ഹൈക്രോസുമ്മലും എല്ലാത്തുമ്മലും എൽബോർഡ് ഒട്ടിച്ചാണ്. അതുവരെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഒരു ഡ്യൂക്കിന്റെ എവിടെയാ പൊട്ടിച്ച ടയർ മറ്റേ ഒട്ടിച്ചേണ്ടി വരും. എടാ ഇതിന് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലേ? അണ്ടോക്ക് ഇത് കറക്റ്റ് കണ്ണാപ്പി വേണ്ടിട്ടോ. എടാ ഇതെന്താറിയോ നമ്പർ പ്ലേറ്റ് പൊളിഞ്ഞിട്ട് വീണു. ബാക്കത്തെ പുതിയ ഓർഡർ എല്ലാവർക്കും വരലുണ്ട്. അൻ്റെത് ഇവിടേക്ക് വരലുണ്ട്, ഇവന്റെ ഇവിടേക്ക് വരലുണ്ട്, റിനാന്റെത്, സൗദിന്റെത്, എല്ലാരും ഫോട്ടോ ഫ്രെയിമും കണ്ടാ വരിക. എന്നും ഇവിടെ ഒന്ന് പോസ്റ്റ് ഓഫീസുകാരെ കൊണ്ട് ഇതാണ് പോസ്റ്റ് ഓഫീസ്. അമരമ്പലം പോസ്റ്റ് ഓഫീസ് ഇതല്ല മക്കളെ. എനിക്കാണ് പറയാൻ. ഞാൻ അവിടെ പോയി എടുക്കണം DTDCയിൽ സാധനം വാങ്ങാനും പോണം. ഒരാള് ഒന്നും അയക്കണ്ട. ഫോട്ടോ ഫ്രെയിം ഒക്കെ നിങ്ങൾ അനുവിനെ കാണുന്നോടന്ന് ഒപ്പിട്ട് വാങ്ങുക. എല്ലാം അവിടെ ഒപ്പിട്ട് വാങ്ങുക. ഈ പേരെ നമ്മളെ സ്വന്തം വീട്ടാണ്. ഇതൊരു ഇമ്മച്ചി പാവുണ്ട്. ഇമ്മച്ചി ഇതെന്തോ DTDC ഇമ്മച്ചിനെ വിളിച്ചു. ഇമ്മച്ചി പാവം രാവിലെ തൊട്ട് 9 മുതൽ 4 വരെ സ്കൂളിൽ പോണ ഒരു ടീച്ചറാണ്, ഒരു ഗവൺമെന്റ്. ഞാൻ പറയും
ചൂടാവില്ലേ? ഗവൺമെന്റ് സ്കൂളിലത്തെ ഒരു ടീച്ചറാണ്. അപ്പോൾ പാവത്തിനെ DTDCന്ന് വിളിച്ച് ഇത് ഇടുക്കി. അപ്പോൾ ഓരോ ദിവസം ഫ്രെയിം വരുമ്പോഴും പാവം ഉമ്മച്ചി ഇവിടുന്ന് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അയക്കണം? ഇത് നേരെ വീട്ടിലേക്ക് പോസ്റ്റ് ഓഫീസിലത്തെ ചേച്ചി ഇവിടെ കൊടുന്നു തരുന്ന രീതിയിൽ അയക്കണം. ഇത് DTDC അല്ല. വിത്തു സാധനങ്ങളൊക്കെ ഒന്ന് വന്ന് എടുക്കാതെ ചോദിച്ചു, എന്നിട്ട് ഞാൻ പോയി എടുത്തു. ഇപ്പൊ ഉമ്മച്ചിക്ക് വിത്ത് ഏതാ ഫ്രെയിം ഏതാ മനസ്സിലാവാതിരിക്കാണ് സുഹൃത്തുക്കളെ. അതാണ് ചെടി വളർത്താനുള്ള ആഗ്രഹം കൊണ്ട് ചെടിയാണെങ്കിൽ എഴുതി തുറന്നു നോക്കുമ്പോ ഇന്റെ കവിഞ്ഞ മുഖം വിരച്ചു വെച്ചിരിക്കുകയാണ്. ഫ്രെയിമിന്റെ ആൾക്കാരോട് പറയാനുള്ളത് ഓല് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. ഇവിടെ വെക്കരുത്. അതുപോലെ പരിപാടിക്കൊക്കെ അത് അവിടുന്ന് തന്നെ സൈൻ ചെയ്ത് ഓർക്കേ കൊടുക്കുക. ഇജ്ജ് അതിന്റെ ഒരു ഫോട്ടോ എന്റെ മൊബൈലിൽ എവിടെയും സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇജ്ജ് സ്റ്റോറി ഇടുക. അതോടുകൂടി അത് തീർക്കുക. ഇവിടെ കൊണ്ടു വെക്കരുത്. സ്ഥലല്ലേ ഇപ്പൊ ഒരു 4 പുതിയ അലമാര ഉണ്ടാക്കിനി. 4 അലമാരിയിലും ഫുൾ ഫോട്ടോ. അതുകൊണ്ടാണ് ഡ്രസ് വെക്കാൻ ഈ റൂം എടുക്കേണ്ടുന്നത്. സ്ഥലല്ല. എന്താ പറയുക, ഇത് അംബാനിന്റെ പേരല്ലല്ലോ. ഇവിടെ പരിമിതികളില്ലേ. ഇമ്മച്ചിന്റെ ഒക്കെ ഇമ്മച്ചി ചുമരുമ്പ കൂടെ കയറ്റി അടുക്കള ഭാഗത്ത് കൂടെ എല്ലായിടത്തും കൂടി ഇനി ബാത്റൂമിൽ കൂടി വെക്കാനുള്ളൂ നമ്മളെ ഫോട്ടോ. പോയോക്കാ മറ്റേ വണ്ടി പോയോ? അപ്പൊ സുഹൃത്തുക്കളെ, ആഹാ ആരതിന്റെ ഡ്രൈവർ? ഓ എൽബോർഡ് ഇല്ലട്ടാ. ഞാൻ ഓട്ടാ, ഇങ്ങോട്ടിരിക്കേ. എൽബോർഡ് എവിടെ? എൽബോർഡ് ഒന്നും ഇല്ല ഇതിന്. അനാവശ്യമായി പലതവണ പ്രോത്സാഹിപ്പിച്ച് കുയിൽ ചാടിക്കുന്നവനാണ് നീ. വേണ്ട 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 വേണ്ട, നേരത്തെ പോവാനല്ലേ. ഇങ്ങോട്ട് കേറി ഒപ്പം പോട്ടോ. പ്രോത്സാഹിപ്പിച്ചല്ലേ വേഗം കേറി. വേണ്ട വേണ്ട, അല്ല കരയത്താടെ പേരുണ്ട് കേറിക്കാല്. ആ കൊടണ്ട് കേട്ടോ. കരണ്ട് കുളമുണ്ട് പേരുണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് കുളത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോയോക്കാം. അപ്പൊ അതാ ഈ ഡോറ്. അപ്പൊ ഈ കുളം ഓൺ ചെയ്തിരിക്കുന്നത് എന്നെ 1ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിപ്പിച്ച 1ലും 3ലൊക്കെ എന്നെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മുന്നിക്കുട്ടോ ശബന ടീച്ചറെ കുളമാണ് ഈ കുളം. അപ്പോൾ ഒരുപാട് കാലമായി ശബന ടീച്ചർ അവിടേക്ക് ചാടാൻ വരാൻ ഞങ്ങളോട് പറയുന്നു. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഓല് 3 ആളാ സ്കൂട്ടിമ്മ പോയോ? ഓലെ വിളിച്ച് നിർത്തിച്ചാണ്. അതിന് 3 ആളൊന്നും പോകാൻ പറ്റില്ല. അതൊരു ലൈറ്റ് സ്കൂട്ടിയാണ്. ഇറങ്ങി കൊടുക്കാം. അല്ല അപ്പൊ എന്തായാലും പോയി വന്നിട്ട് അപ്പൊ പോയി വരുന്നതിന് മുമ്പ് എല്ലാവരും ബ്ലോഗ് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇനി എത്ര ലക്ഷത്തേക്ക് ആവണേ? 23. അപ്പൊ കാണാതെ വ്ളോഗ് കാണുമല്ലോ, അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ വ്ളോഗ് കാണുമല്ലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. 23 lakhs സബ്സ്ക്രൈബേഴ്സ്ക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സോ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാ പോണ വൈക്ക് ആഴ്ചമാത്തിയും 2 കുട്ടികളുണ്ട്. ഇത് എവിടുത്തെ കുട്ടികളാ ആഴ്ചമാത്ത? പുതിയ ആൾക്കാരാണ് കേട്ടോ. ആഴ്ചമാത്ത എവിടെക്കാണ് ഈ സുന്ദരിയായി പോണത്? മജ്നൂന്റെ സിരകളും മിന്നി അജബേറും അതിനൊക്കെ കാണുന്നുണ്ട്. സുന്ദരി ലൈല കതിർപ്പത്തിൽ കൈസത് കണ്ട് മയങ്ങി. പാലാമടോ പോയി വരട്ടെ അച്ഛമ്മ. ബായ്, ഞങ്ങളിപ്പോ വരും. ഞങ്ങളൊരു കുളത്തേക്ക് അടിയില് പോയി വരട്ടോ. ബായ്, ടാറ്റാ. ഓ അച്ഛമാത്താന്റെ ചിങ്കിടികളാട്ടത്. ആ ഓ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഈ ഒരു കുളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാട് മൊത്തം തപ്പി. ഈ നാട്ടിലെ ആ കുളമല്ലാത്ത എല്ലാ കുളത്തിലും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ടീച്ചർ വഴിയൊക്കെ തെറ്റിച്ചു പറഞ്ഞത്. സ്വയം ഇൻട്രോഡ്യൂസ് ചെയ്ത് പട്ടി വരക്കും. അല്ല നിങ്ങൾ അത് വളർത്തു പട്ടിയാട്ടോ.
ഇപ്പൊ ഞങ്ങൾ കണ്ടു എവിടെ കൊറേ ഞങ്ങൾ ശബൻ ടീച്ചർ നമ്മളെ രണ്ടോട്ടം കണ്ടു. കൊറേ നിങ്ങളോ വല്യപ്പാന്റെ അപ്പുറത്തിന്റെ ഇനി കാരണം നമ്മള് ആകണം. ഇനി എന്തിനാ കയറണേ? അല്ല നിങ്ങൾ വിട്ടോളി. അതിനപ്പൊ നിങ്ങൾ കാത്തുന്നതിന് അല്ല വിട്ടോ. അഫീഫ് വല്യപ്പനോട് വഴി ചോദിച്ചാൻ പോയോ? ബാബാ പോട്ടം വല്യപ്പനോട് ബ്രോഹി പുറത്തേക്കല് വയ്യതാണ് എന്തോ മാറ്റി കാക്കന് കൊടടുത്ത് കുത്തു. വണ്ടി അതെ അതെ അപ്പൊ ചെക്കന്മാര് അങ്ങോട്ട് പോയി ടീച്ചറിന് പോയി ആയിക്കോട്ടെ. ശബന ടീച്ചർ വരാ. എനിക്കറിയില്ല ഈ ഭാഗത്താണ് ഇപ്പോഴും പോയിട്ടുണ്ട് വണ്ടി പോയാൽ കാണാൻ ടീച്ചർ നമ്മളെ കണ്ടിക്കണ. ഏട്ടൻ വൈകുന്നേരം നടക്കാറിങ്ങിയ പേരെന്താണ്? ബാലകൃഷ്ണ ഏട്ടൻ. ഓക്കെ. എന്താണ് ഞങ്ങൾ കൂറ്റം പറയാം. ഞങ്ങൾ ശരിക്കും സ്ഥലം കാവന്നൂർ പഞ്ചായത്തിലാണ്. ഇവിടെ മരുവനും മറുപടി പേരൊക്കെ ഇവിടെ ഇങ്ങോട്ട് മാറിയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട്. ടീച്ചേഴ്സാ? എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറായിന് പറഞ്ഞു സിംഗർ കൂറ്റന്മാർ സ്കൂളില്. അതിന്റെ ഇറങ്ങാൻ കാരണം ഇപ്പൊ ഗായകനാണ്. ഇറങ്ങാനൊന്നുമില്ല, പാട്ടും ഇതൊക്കെ ആയിട്ട് ഇറങ്ങിയാണ്. ശരി. ചെക്കന്മാര് നിങ്ങൾ ടി വി പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് നടക്കണില്ല. ഇങ്ങനത്തെ വൈകുന്നേരങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ വാസിലെ, അത് ഒന്നിനും കിട്ടൂല. അതായത് ഇങ്ങനെ നാട്ടുമ്പുറത്ത് കൂടെ ഇങ്ങനെ ഡിസ്കായി നടന്ന് കുട്ടികളൊക്കെ മോട്ടറാക്കി വല്യപ്പാരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സത്യം ചിലപ്പോ സിറ്റി ലൈഫ് അടിപൊളിയാണ്, പക്ഷെ എനിക്കിതാ ഇഷ്ടം. മക്കൾസ് സോ ഗൈസ്, നമ്മള് വൃന്ദാവൻ ഏരിയയിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്താണ് പേര്? എന്തിനാദി? ആദിത്യൻ. കാലം പോലെ പേരെന്താണ്? കാർത്തിക്. എനിക്ക് എഴുതി പറയല്ലേ. ശ്രീനന്ദൻ. ഗൗതം. അർപ്പിത്. അബൈ. ഓക്കെ. സോ നിങ്ങള് ഇവിടുത്തെ ഈ ഗില്ലി ബോയ്സ് ആണ്. എങ്ങോട്ട് ഇറങ്ങിയതാണ് എല്ലാരും കൂടി? എന്നെ കാണാൻ. ഞാനിവിടെ വരുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഓർമ്മ കണ്ടു. ഓക്കെ, വണ്ടി കണ്ടു. ഓക്കെ, താങ്ക് യു. ചിറാപ്പുഞ്ചി ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് പാടാൻ അറിയോ ചിറാപ്പുഞ്ചി? ആയിക്കോട്ടെ, മെല്ലാണ് മിന്നിയില്ലേ പാടാൻ അറിയിച്ചപ്പം. കുറച്ചൊക്കെ പാടാൻ വയ്ക്കൂലേ? തീരെ വയ്ക്കൂലേ? വീഡിയോയിലിടും. നിങ്ങൾ പാടിയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരും ഇങ്ങോട്ടാണ് ഇങ്ങോട്ടേക്ക് ചോദിക്കട്ടെ. ഞാൻ ചിറാപ്പുഞ്ചി പാടാൻ വയ്ക്കോ നോക്കാം നമുക്ക് എല്ലാവർക്കും പാടാൻ. ഒപ്പം പാടാട്ടോ. സൈക്കിൾ കട കൊണ്ടുപോയി ഉന്തി മറിച്ചിട്ടോ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ഒന്നുകൂടി. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ധാരാങ്ങൾക്ക് പാട്ടറിയില്ല എന്റെ കുട്ടികള്. സൂപ്പർ ആയിക്കുണ്ടോ? സൂപ്പർ, താങ്ക് യു. അഭയ്, അർപ്പിത്, കാർത്തി, ജിത്തു, ഗൗതം. വിട്ടുപോയതാരാ? അർപ്പിത് പറഞ്ഞു. ആദി. ഓക്കെ, പോയിട്ട് കേട്ടോ. ഞങ്ങളിവിടെ കുളത്തി ചാടാൻ വന്നാ. ശബന ടീച്ചർ അവിടുത്തെ ബ്ലോഗിലുണ്ടാവും. ഇന്നത്തെ ബ്ലോഗിലുണ്ടാവും കേട്ടോ. നാളെ 10 മണിക്ക് കേട്ടോ വരും. ചാനൽ ഓർമ്മല്ലേ? സെറ്റ്. നാളെ സ്കൂളിലൊന്നും പോവാതെ, നാളെ സ്കൂളൊക്കെ ലീവായാണ്ട് പെരക്കാരും കുടിക്കാരൊക്കെ കൂട്ടി പണ്ട് സിനിമ ഇറങ്ങൂലേ? മക്കളൊക്കെ ഒരു കാര്യം. ഇവിടെ കളിക്കണം. സദർസ്ഥാതാവുണ്ട് കേട്ടോ. അവിടെ നല്ല സ്ലിപ്പുണ്ട്.
പറഞ്ഞ ഒരു വിഷയമാണ് ആകാശം ജിംസാർ പെട്ടെന്നാണ് സ്ക്രീനിങ്. ഇതാണ് പുഷ്പാഞ്ജലി കൊളട്ടോ. ഇവിടേക്ക് എൻട്രി ഇല്ല കേട്ടോ, ആദ്യമേ പറയാണ്. ഇത് നോക്കിയാൽ ഈ ഒരു വൈകുന്നേരങ്ങളിൽ ഒരു പാടപ്രദേശം, അത് അത്രേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. ഇപ്പളേ പറയാണ് ഇവിടേക്ക് എൻട്രി ഇല്ല, ഇവിടേക്ക് എൻട്രി ഇല്ല, ഇവിടേക്ക് എൻട്രി ഇല്ല. ഇനി എല്ലാരും ഇങ്ങോട്ട് വരില്ലേ. ഇടക്കിടക്ക് ഇങ്ങനെ റിമൈൻഡർ ഉണ്ട്. അതിന്റെ അടിയിലുണ്ടല്ലോ ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. നോ എൻട്രി നോ. ആ അല്ലാ, നിങ്ങളുണ്ടോ ഇവിടെ? എനിക്കറിയാം. എന്താ വിശേഷം? ഞാൻ വന്നിട്ടില്ലേ, ഞാൻ കേട്ടിട്ടല്ലുള്ളൂ. അതാണ് നമ്മളെ ശബന ടീച്ചർ കേട്ടോ. ഹായ്, ഒരു ടാറ്റ എടുക്കൂ. സോ ഇതാണ് ഞങ്ങളെ ശബന ടീച്ചർ. ശബന ടീച്ചർക്ക് വൻ ഹൈപ്പ് കൊടുക്കുന്നതാണ് നീ ഇന്നത്തെ വ്ളോഗ്. അല്ല ഇത് അല്ല, ഇതൊന്ന് കാണട്ടെ. അതന്നെ, ഒരു എക്സ്ക്ലൂസീവ് വിഷ്വൽ എടുക്കാൻ പോട്ടെ. നബീലിക്കാസി അങ്ങനെ കുളത്തിൽ കുറച്ച് സ്ഥലം എടുത്തിരിക്കുന്നു. സോ ഇതാണ് നമ്മളെ കൊളട്ടാ, വെരി ബ്യൂട്ടിഫുൾ ബാക്ക് വാട്ടർ ഓഫ് കേരള. കുളത്തിന് എന്താ ഇംഗ്ലീഷ് പറയാ? പോണ്ട്. അപ്പൊ ബാക്ക് വാട്ടറോ? ബാക്ക് വാട്ടർ അവിടുത്തെ വാട്ടർ. ബാക്ക് വാട്ടർ പറഞ്ഞാലേ അവിടെ പോയി വരും. സ്ട്രെച്ച് ചെയ്യേ. മണ്ടനെ അവിടെ നേരെ ഓടിക്കണ എത്തി ആ മതിൽമ കയറി. അപ്പൊ ഇതാണ് ഞങ്ങളെ നാടിന്റെ ഭംഗിട്ടോ. കുളം, പാടം, മയിലും ഒക്കെ ഉള്ള നാടാണ് ഞങ്ങളുടെ നാട്. മറ്റേ റീൽ എടുത്താലോ? ഒരു കളിക്കുന്ന റീൽ ഉണ്ടല്ലോ, സർക്കാർ സ്കൂളിലെ ജോലി, മോഹൻലാലിന്റെ ഒരു സിനിമ. ആ റീലുകളാരും കണ്ടില്ലേ? കുളത്തിലെ കുളി, പിന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ട് സാധനം ഉണ്ട്. എനിക്കും ബാസിലും എടുത്തുണ്ടോ. അതിന് പറ്റിയൊരു സർക്കാർ ജോലി ചെയ്തിറങ്ങിയ ആൾക്കാരാണ്. ഓ റംബുട്ടാനാ. പക്ഷെ എന്നാലും ഇല്ലേ, ഓ റംബുട്ടാൻ ചെടി, റംബുട്ടാൻ കൃഷിട്ടാ. ശബന ടീച്ചറെ തറവാടും കുളം ഫാമൊക്കെ ഉണ്ടത്. ഇത് കിളിയൊത്തൂലേ? ആ സൂപ്പർ സ്ഥലട്ടാ. നമുക്ക് ആ പാടത്തിന്റെ അടുക്ക് ഇങ്ങനെ വല്ല നടന്നു നോക്കാം. എന്തേ നമ്മളെ പുളിക്കരോടെ തിരിഞ്ഞും ഒരു പേരന്റെ മുന്നിൽ ഇട്ടാ കണ്ടിരിക്കണം. ഫുള്ളോ? അത് കള്ളന്മാർക്കാവും. പിന്നെ സ്കൂൾ കുട്ടികളും എല്ലാം കിളികൾക്കാവൂല. അതെ അതെ, സ്കൂൾ കുട്ടികൾക്കും ഉണ്ട് വല. കുളം നല്ല നീല കളറ് കുളട്ടാ, സീൻ കുളം, ഒന്നും പറയാല്ല. ഒരു 1.5 കുളം, ബ്യൂട്ടിഫുൾ ഫ്രെയിംസ്, ബ്യൂട്ടിഫുൾ ഏരിയ. നബീൽ എന്താ കാട്ടണേ? ബഹുമാനപ്പെട്ട നബീൽ അത് അന്തംഗമ്മിയായി കുളത്തിൽ ചാടാൻ വേണ്ടി ആളായി പോകുന്നുണ്ടോ? ചാടുവോ? എന്തേ നടക്കുവോ? ഇവിടെ ഡ്രോൺ വെക്കിയാല് സീൻ വിഷ്വൽ കിട്ടും. ശരിയാ. എല്ലാവരും ഇല്ലേ, എല്ലാവരും ഇവിടെ ഇതിമിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ കറങ്ങി ചാടുന്ന സ്ഥാനത്ത് നിന്ന് ഡ്രോൺ അങ്ങോട്ട് പോകണം. എന്നിട്ട് ആ കമ്പിമല കണ്ട് കുടുങ്ങി ഡ്രോണൊക്കെ രണ്ടാളിവിടെ തലടിച്ച് വീണ ആസ്പത്രിക്ക് എടുത്ത്. അത് പാലേട്ടണ. ഷാനു ഇട്ടല്ലോ, സ്റ്റോറി ഇട്ടിക്കണല്ലോ. ചെയ്തിട്ടുണ്ടോ? ഹലോ പറടാ. ആദ്യം നമ്മൾ സംസാരിക്കാം. ഫൈൻ അടച്ച് പോയപ്പോരെ എന്തോ വലിയ വിഷയത്തിൽ പെട്ട് ഫൈൻ അടച്ച് പോയപ്പോരെയൊക്കെ പറയണ്ട്.
മിസ്സായല്ലോ. ഒരു ശബ്ദം മാത്രം കേട്ട്. അടിച്ചോ? പള്ള പോയി അടിച്ചില്ലേ? എത്ര ഉണ്ട്? അതല്ല പറഞ്ഞ അടിക്കത്തൂല. അത് നല്ല ആളോ അടിക്കത്തൂല. നല്ല ആളല്ലോ. കുറച്ചുണ്ടാവുള്ളൂ. എടാ നീന്തൽ പഠിപ്പിക്കാനുള്ള സാധനമാണ് സൈക്കോ. ആ അരി കെട്ടിട്ടില്ലേ? ആ ആ ഓക്കെ ഓക്കെ. പഠിക്കണനുസരിച്ച് എണ്ണം കുറക്കും. ആ ഓക്കെ ഓക്കെ റെഡി ആവും. പഠിക്കൂലേ? അപ്പോൾ ഇവിടെ കുട്ടികൾ നീന്തൽ പഠിക്കാൻ വരലുണ്ടെന്ന് പറഞ്ഞോ. പക്ഷെ ഞങ്ങളാരും എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് വരണ്ടോ. ഞോല സമാധാനം കളയണ്ടാരും. എടാ വരടാ. പിന്നെ ഇവിടെ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. സ്വന്തമായി കൃഷി ചെയ്യുന്ന പച്ചമുളക്, തേക്ക്. പക്ഷെ ഗാലറി ഇല്ലൊരു കുളം. ഓടിച്ചാടാ. ആ എടാ അവിടെ നിങ്ങൾ ഓടിയാൽ ചാടാൻ കഴിയും തോന്നുന്നില്ല കേട്ടോ. പല്ലൊക്കെ പോവേ. പല്ലു പോവും ഷുവർ. എന്താ അങ്ങനെ? ആ നീ ആരല്ലേ എന്തെങ്കിലും കാട്ടി ഇടിച്ചത് കയറ്റിക്കോളും. ഓ ഏടാ ഇവിടെ നോക്കടാ. ഇവിടെ നോക്കി, ഇവിടെ നോക്കി. ആ ഇനി ചാടുന്ന സാധനം. ഏടാ ഇവിടെ നോക്കി, പുതിയ സെറ്റപ്പ്. ഇങ്ങോട്ടോക്ക്. ഓ ഇതിന്റെ പേര് അങ്ങനെ വാട്ടർ ഫൗണ്ടൻ, ദുബായ് വാട്ടർ ഫൗണ്ടൻ. വാട്ടർ ഫൗണ്ടൻ. ഫോണും കൊണ്ടൊരു ചാടാ. നീ അല്ലേ എങ്ങനെ അറിയോ? ഇതൊരു ചാടുമ്പോ ഫോൺ ഇങ്ങനെ ബാക്ക് കേട്ടോ, ഞങ്ങൾ പിടിച്ചോണ്ട്. ആ ഓ കറക്റ്റ് വരണം. സെയിം വിഷയല്ലേ കാരോ. ഒരു കാര്യം ചെയ്യാം. മറ്റേറിയിലെടുക്കി ചാടുമ്പോ കാലുമ്പോ പിടിച്ചാണ്ട് ഇങ്ങനെ പോലെ അടിപൊളിയാവും. ഞാൻ ഇവിടെ നിങ്ങൾ മോളിൽ കൂടെ ചാടുക, എന്നിട്ട് ഞാൻ ഒരുമിച്ച് ചാടി. അപ്പൊ ഫോണ് അത്ര പ്രഷർ ഇല്ല. എന്തൊക്കെയാ പറഞ്ഞു ചാടി. ആ നിങ്ങൾ ഓന്റെ മേലെ കൂടെ ചാടുക, അപ്പൊ സെറ്റാ. എന്തേ ആ നീറുണ്ടാവൂലേ? ആ അടുത്ത ആള്. സ്ഥലം മാറി ചാട്. മാനേജറെ വിളിച്ചാണ്ട് 1 മണിക്കൂറിന്റെ ക്ലാസ് പരിപാടിന്റെ, ഈ മാസത്തെ പരിപാടിന്റെ ലിസ്റ്റ്. എന്റെ ഫോൺ, മറ്റേ ഫോൺ എവിടെ അറിയോ? വണ്ടിയില. പക്ഷേ ഫോൺ എന്താണ്? ഉണ്ണേട്ടനോട് ചോദിച്ചോക്കാവാ. ഉണ്ണേട്ടാ, കുളത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ വന്നാണ്. നമ്മൾ എത്ര കാലമായി കുളം ഇവിടെ? കുളം 2018 മുതലുണ്ട്. 18 മുതലല്ലേ? ഇത് നമ്മളെ ഫാമിലിന്റെ തറവാട്, ഞങ്ങളുടെ തറവാടാണ്. അപ്പൊ തറവാട് ഞാൻ 13 വരെ ഇവിടെ താമസിച്ചിരുന്നത്. അപ്പൊ അതിന്റെ 13 വരെ. അപ്പൊ പിന്നെ നമുക്ക് ഈ വീട് ഇതാണ് നമ്മളെ തറവാട് വീട്. അപ്പൊ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ നമുക്ക്, ഇതിനോടുള്ളൊരു അറ്റാച്ച്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയ വീട് വെച്ചപ്പോഴും പുതിയ വീടൊക്കെ വെച്ചപ്പോഴേ പിന്നെ നമ്മള് ആ അറ്റാച്ച്മെന്റ് കൊണ്ട് ഇതിന് ഒപ്പം കൊണ്ടുപോകാന്ന് കരുതി. പിന്നെ ഒപ്പം ക്ലാസ്സും കൂടി എടുക്കണേനെ കൊണ്ട് ഇപ്പൊ ഇവിടെ സ്വിമ്മിങ്ങിന്റെ ക്ലാസ് ഉണ്ട്. അപ്പോ പിന്നെ എനിക്കും 2 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് നീന്താനൊരു പ്രൈവസിയും കിട്ടിക്കോട്ടെ എന്നൊക്കെ കൂടി കണക്കാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ഈ പോലീസിക്ക്, ഫയർഫോഴ്സിക്ക്, പിന്നെ അതേപോലെ അങ്ങനെ കുട്ടികൾക്കൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് ട്രെയിനറും ഉണ്ട്. പിന്നെ പെൺകുട്ടികളാണെന്ന് വെച്ചാലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ധാരാളം വന്ന് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഒരു 10-300-400 കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ഓ മൊത്തത്തിലല്ലേ? പിന്നെ അതിനുള്ള എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ട്. കുറച്ചൊക്കെ ഈ ഇത് കെട്ടി പഠിപ്പിക്കുക ചെയ്യും. ഈ ബോള് അത് നമ്മുടെ മീന് വലയിടില്ലേ, ആ വലക്ക് ഇടുന്ന പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് അരയിൽ കെട്ടിക്കഴിഞ്ഞാല് പൊങ്ങി നിൽക്കും. ഇത് ഒരു 10-15 ബോൾ വെച്ചാൽ ആരും എത്ര ഭാരം പിന്നെ പഠിക്കുന്നതനുസരിച്ച് ഇത് ഊരിയെടുത്താൽ മതി. ഒരു 8-10 മണിക്കൂർ കൊണ്ട് ആയി കിട്ടും പഠിച്ചു. 8-10 മണിക്കൂർ കൊണ്ട് നീന്തക്കം പഠിപ്പിച്ചു ഒരു ദിവസം. ഈച്ചു അനിയന്മാര് ഇവിടെ നിന്ന് പഠിച്ചേ. ഈച്ചു ഓഫ് ഇവിടെ വന്നേ. ഓ പല രീതിയിലുള്ള ചാട്ടങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടോ. ഹായ്, പേരെന്താണ്? നിവിൻ. നടന്മാരെ പേരാണല്ലോ. എത്ര ക്ലാസ്സിലാണ്? 6-ലാ? ഏത് സ്കൂളിലാ? VMC വണ്ടൂരാ? ഓക്കെ. തലമണ്ടമ്മ കൂടെ ചാടിയോ? എന്തോ പറ്റിക്കണ്, എന്തോ മെഡിക്കൽ എമർജൻസി ഉണ്ട്. ബാസിൽ അറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ മാസത്തെ പരിപാടിൻ്റെ ലിസ്റ്റ് പറഞ്ഞുതരാം. ഷാനിപ്പോൾ വിളിച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. ഈ മാസം ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നോ? ഇവിടെ വാ. എടാ ഇജ്ജ് ഇങ്ങനെ ഇവിടെ എത്തിയേ? എങ്ങനെ? അല്ല എനിക്ക് ലൊക്കേഷൻ എങ്ങനെ കിട്ടിയേ? ഇവിടെ വാ ചോദിക്കട്ടെ, എനിക്ക് ലൊക്കേഷൻ എങ്ങനെ കിട്ടിയേ? അങ്ങനെ പോന്നോ? എങ്ങനെയുണ്ട്? ബാംഗ്ലൂരിൽ നിന്ന് എത്തി? ഞാൻ രാവിലെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. എന്തിനെ? പട്ടിനോ അങ്ങനെ നിങ്ങൾ കുറേ ആയല്ലോ വരുന്ന. അപ്പം ഈ മാസത്തെ പരിപാടിൻ്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ജൂൺ 10 RK മാൾ ട്രിവാൻഡ്രം. ജൂലൈ 11 ജിം ഇനോഗ്രേഷന്, ടൈം ടു ഫിറ്റ് വാവൂർ ജിം ഇനോഗ്രേഷന്. ജൂലൈ 14 പ്രൈവറ്റ് ഇവൻറ്റ്. ജൂലൈ 15 പ്രൈവറ്റ് ഇവൻറ്റ്, 16 പ്രൈവറ്റ് ഇവൻറ്റ്, 19 പ്രൈവറ്റ് ഇവൻറ്റ്, 20 പ്രൈവറ്റ് ഇവൻറ്റ്, 22 പ്രൈവറ്റ് ഇവൻറ്റ്, 23 പ്രൈവറ്റ് ഇവൻറ്റ്, 25 പ്രൈവറ്റ് ഇവൻറ്റ്, 30 പ്രൈവറ്റ് ഇവൻറ്റ്. ഇത്രയും ഇവൻ്റ് ഉണ്ട്. അതായത് ഇത്രയും പരിപാടിയുള്ള ടൈമിൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ കഴിയുമെന്നുള്ളത് സംശയമാണ്. എന്നാലും വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. നമ്മൾ പരിപാടിക്ക് വേണം വ്ളോഗെങ്കിലും അല്ലേ എടുത്തിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇറങ്ങണം അമ്മ, എനിക്ക് നല്ല പരിപാടി ഉണ്ട്. വേണടാ എനിക്കേ പ്രോഗ്രാം ഉണ്ടേ, വെറുതെ എന്തിനാ. അപ്പം എന്തായാലും ഇങ്ങോട്ട് പോയേക്കോ. ജിമ്മി ചാടിക്കോ. വാ, ജിമ്മി ഇപ്പം ചാടും. അജുവത് TK കോളനിന്റെ എക്സ്പീരിയൻസ് ആണതേ. ആ കറങ്ങി ചാട്ടം നേരെ ബാംഗ്ലൂരിൽ നിന്ന് ഈ കുളത്തിക്കാണ് പോകും. എന്തായി വീഡിയോ? എന്തായി? ഒന്നും ആവില്ല. എന്തായി? കിട്ടില്ല. പേടിയാണ് ചാടാൻ. ഫോണിൽ ചാടാൻ പോവാ. ചാടല്ലേ? അഫീഫിന്റെ ഫോണാ? അത് ചാടാൻ അയക്കൂലല്ലോ ആ ഫോണ്. ഈസാന്റെ ഫോൺ ട്ടോ, അതെപ്പോഴും വെള്ളത്തിലിടണ ഫോണാ. ഈസാന്റെ പെന്റിയും അതിന്റെ ക്യാമറ ഇതൊക്കെ ഓൾറെഡി പോയ 2 ഫോണിന്റെയും. ഇതൊരു നല്ല ഫോണാ. അല്ല എന്റെ ഫോൺ ഇന്ന് വെള്ളത്തിലിടണല്ലേ? വെള്ളത്തിലൊക്കെ ഇടണാണ്. കൽപ്പിച്ചുട്ടി ചാർജ് ആക്കാതെ വന്നില്ലേ? അണ്ടർ വാട്ടർ 4K വീഡിയോഗ്രാഫി ഒന്നും കിട്ടൂല, വെറുതെ എടുക്കണേ. അല്ല നമുക്ക് ഏത് വിഷയം കിട്ടുന്നറിയോ? ഓടി ഇങ്ങനെ ഒരു ചാട്ടല്ലേ? കേസ് വേണം.
കേസ് നല്ല ഗ്രിപ്പ് കിട്ടും. എടാ കയ്യിന്ന് പോയാലോ? എന്തൊക്കെ അപകട പരിപാടികളാണ് നിങ്ങളെ കയ്യിലുള്ളത്? ഒക്കെ ഒറ്റ ബുദ്ധിയാണ്. ഈച്ചു ഫ്ലിപ്പ് അടിച്ചിക്കണ്. ആനോ ഈച്ചു ഫ്ലിപ്പ് അടിച്ചിക്കണ്. ഈച്ചു പക്ഷെ ഇവിടെ അവിടുന്ന് അടിക്കും, അവിടുന്ന് അങ്ങനെ അറിയിക്കും ഉണ്ട് കേട്ടോ. വേണ്ട ടീസാനെ എന്താണ് ഫ്ലോറില്ലാത്ത വെള്ളം തട്ടുമ്പോഴേ മുട്ടി ഇങ്ങനെ ഇടുമ്പോ സ്മൂത്ത്നെസ് ഇങ്ങനെ കിട്ടുമ്പോ നല്ല സുഖല്ലേ? അതാണ് പ്രകൃതി മോനെ. അതിന്റെ സുഖം മനുഷ്യന്മാരുണ്ടാക്കി പടച്ചുണ്ടാക്കി വിട്ട സാധനങ്ങളെ സുഖം ഇതിന് കിട്ടൂല. എന്തേ ചാടുന്നതിനെന്താ ബാക്ക് ഫ്ലിപ്പ് ചെയ്യണ്ട, സാധാ പോലെ ചാടിക്കോ. നിങ്ങളൊന്ന് ചാടിക്കാണി. ഓ പതച്ചറബാ പോണു. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ കറക്റ്റ് അവിടെ പോയിരുന്നു കേട്ടോ. കുളത്തിൻ്റെ ബിസിനസ് എങ്ങനെയാണ്? നമ്മൾ ബാസിലിഞ്ഞ് എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. കുളത്തിൻ്റെ ബിസിനസ് പ്ലാൻ ചെയ്ത് നാട്ടിൽ കുളമൊക്കെ കുത്തി പാടൊക്കെ ഇതാക്കിയാണ്ട് വറ്റിച്ചാണ്ട് അവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ടാക്കി, അല്ല സ്വിമ്മിങ് സ്കൂൾ ഉണ്ടാക്കിയാണ്ടുള്ള ബിസിനസ്സാണ് പ്ലാൻ ചെയ്യണത്. അതൊക്കെ അല്ലേ? അതൊക്കെ അത് വലിയ തടിക്ക് കേടില്ല. ഈച്ചോ അങ്ങനെ കറങ്ങിക്കോ, അത് അടിക്ക് കേടില്ല, തടിക്ക് കേടില്ല. അപകടം ഉണ്ടാക്കല്ലേ? അതന്നെ നീയാലേ ഇത് നല്ല ലോങ്ങാടാ, ഭയങ്കര അപകടമാണ്. എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? ഒരു പുറം കലക്കി ജമ്പ് ബൈ നബീൽ. നബീലിന്റെ പുറത്തിന്റെ ഇന്നത്തെ സംരക്ഷണം മൂവ് ഓയിൻമെന്റുകൾ വീട്ടിലെത്തി അഫീഫിനെ കൊണ്ട് ഇടിയിപ്പിക്കുന്നതാണ്. എന്താ കേറിയിരിക്കണ്? എൻജോയ് ചെയ്യാട്ടോ പോലെ. ജിംഷ കാട്ടെ ചാടിക്കോ. അപ്പൊ അടുത്തതായി ബഹുമാനപ്പെട്ട ജിമ്മി ഇതാ ചാടാൻ പോവുകയാണ്. അന്തം കമ്മിയായി പോവുകയാണ്. ടൗസറിന്റെ വള്ളി കിട്ടാട്ടോ. ബഹുമാനപ്പെട്ട ജിമ്മി അന്തം കമ്മിയായി ചാടാൻ പോവുകയാണ്. അപ്പോണ് വയർ കലക്കി ഷോട്ട്. നബീലിന്റെ പുറം കലക്കി എങ്ങനെ ഉണ്ട്? ആ പോന്നു നബീൽ അവർ. ഒന്നും മിസ്സായില്ല, കറക്റ്റ് വള്ളക്കെ. കാര്യം അങ്ങോട്ടല്ല, കാര്യം ഇങ്ങോട്ടാ. അമ്പലം പറഞ്ഞാണ് ആകെ പൊടുത്തമിട്ടാണ്. ആകെ പൊടുത്തമിട്ടണേ. ഓന്റെ മുടി ഓന്റെ മുഖത്തേക്ക് വന്നിട്ട് എന്താ മറ്റേതോ എന്തൊരു ജന്തുല്ലേ നീണ്ടി അറിയണേ? എന്താ ഏതൊരു ജന്തുണ്ടല്ലോ, നീർനായ. ഇപ്പൊ നീർനായനെ പോലെ തന്നെ കേട്ടോ. ഹേയ് മടിവല ഉണ്ട്. അതെന്താ ഒരുമിച്ച് ചാടേണ്ടത്? ഒരുമിച്ച് പൊളിഞ്ഞിട്ട് വീഴുകയാണ്. ആരെ ഫോണാ? ആ ഓക്കെ. ഓൾറെഡി ഒരുപാട് കുളം പോയും കടലൊക്കെ കണ്ട ഫോണാ. അല്ലാ കിട്ടിയോ? എങ്ങനെയാണ് അടുത്തൊക്കെ അല്ല എന്തെങ്കിലും ഉണ്ട് അനക്ക് കിട്ടിയോ? കിട്ടോ? ആ അതില് കറക്റ്റ്. ഞാൻ ഫ്രെയിം ഔട്ട് ആവില്ല എന്തായാലും കണ്ടോ. ഇതെന്താണ് വാട്ടർ പമ്പോ ഇമ്മേ? ചാടിക്കോ.
സ്രാങ്കേ കര അങ്ങോട്ടല്ല ഇങ്ങോട്ടാ. വീഡിയോ ആണോ? അജോദിനെ കൊണ്ടൊന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്യിപ്പിക്കല്ലോ. അവന് കണ്ണനെ തുറക്കുള്ളൂ. അല്ലേ പൊട്ടിക്കല്ല് പാറമെന്ന് അപ്പുറത്തെ മണൽക്കാവും, വെള്ളത്തിക്കാവൂല. ജിമ്മി ഇതാ കരയത്ത് റെസ്റ്റ് എടുക്കണ്ടോ? ഓ ചേച്ചിമാര് ജിമ്മി ഇവിടെ എത്തിയോ? എവിടെ? ആ സൂപ്പർമാൻ ഷോട്ട് കാണാം. ആ കാണണ്ടോ? ആ കിട്ടി. അത് രസമുണ്ട് കേട്ടോ. സ്ലോ ആക്കിയാൽ മതി. ഇങ്ങോട്ടേക്ക് നബീലിന്റെ ഫോൺ ഓൾറെഡി കുട്ടുക മറ്റോളോ കുഞ്ഞു. ഹായ് പടച്ചോനെ അവിടെയാ ചേച്ചിമാര് പഠിക്ക എവിടെ സ്കൂളില്? ഹായ് നിങ്ങൾ ബ്ലോഗ് എടുക്കുന്നുണ്ട്? ഹായ് എന്താ വിശേഷം? സുഖം. നിങ്ങളെ വീട് ഇവിടെ തന്നെ? ഞങ്ങൾ കുറേ ഇങ്ങോട്ട് വരണം പറയണ് കൊളത്തേക്ക്. ഇന്നാ വരാൻ പറ്റി. ഫോട്ടോ എടുക്കാം വരി. ഓക്കെ ഓക്കെ എന്നാ ഇവിടെ ഉണ്ട് കാണാം. അയലൊക്കത്തെ കുട്ടികളാ? കുടുംബം തന്നെയാ? ആ ആ എന്താണ് ആരെ പേര്? ആ വിളിക്കണോ? എടാ ഫോട്ടോ എടുക്കാൻ വിളിക്കണേ. എന്തേ ചീർത്തോ അടിച്ചിട്ടോ? എന്നെ വിളിക്കണേ ഫോട്ടോ എടുക്കാന്. അടിച്ചാ പൊന്തു. മെല്ലെ ചാടിയ പോലെ വേഷം ഫിൽറ്റർ ഇട്ട പോലെ ആയിട്ടോ അടിച്ചു വീണിട്ട്. കണ്ണൊക്കെ എങ്ങനായി? അജോട്ടെ അജ് അത് എയർ കിട്ടാണ്ട് അതിനുള്ളിൽ കൂടെ ചാടും. അടുത്തായി അജോട് എന്ത് ചെയ്യും? വാട്ടർ ട്യൂബ് എയർക്ക് എറിഞ്ഞിട്ട് അതായത് അജോത്തിന് ഇവിടുന്ന് പിടിച്ചെടുത്താ അടക്ക്. അല്ല ആരപ്പ ഇവിടെ സൈക്കോ ഇവിടോ ഇജ്ജ് ഇവിടെ വേണോ ഇത് കാണാന്? സൈക്കോന്ന് വന്നാ അടക്ക് ഞാൻ ആ കറക്റ്റ് കൊള്ളും മാച്ചാണ്. സൈക്കോ ഒന്ന് പിടിച്ചാ. സൈക്കോ ഒന്ന് പിടിച്ചാ. ഞാൻ ചാടല അജോതെ ഇത് അങ്ങനെ ഇടും. അങ്ങനെയല്ല ഏതെങ്കിലും ഈസി അല്ലേ പൊട്ട? ഇങ്ങനെ ചരിച്ചിട്ട് അങ്ങനെ ഉള്ളു കൂടെ പോവാ. ഇങ്ങനെ പിടി മരറ്റാ അല്ല ഇങ്ങനെ ഇടണ്ടേ. അപ്പം ഈ മറ്റേ പട്ടി അഭ്യാസത്തിലൊക്കെ പട്ടി ഇങ്ങനെ പോലെ അല്ല ഈ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ മൂന്നാളോ പോണേ. അജോദ ചാടണേ. അതായത് ഈ സാധനം ഇടാൻ പോവാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ അജോദ ചാടണം.
ഇടുമ്പോ തന്നെ ചാടണം. അതായത് ഈ വായു തന്നെ ഉള്ളിൽ അകപ്പെടണം കേട്ടോ. ആ എങ്ങോട്ടാടണ്ടേ? എനിക്ക് എങ്ങോട്ടാടണ്ടേ? ഇങ്ങോട്ട്. ആ ജിംഷ കറക്റ്റ് ഫ്രെയിം അല്ലേ? ട്രൈ ചെയ്ത് നോക്കാണ്. ഇടട്ടോ. റെഡി 1 2 3. എടാ ജ്യോതെ ആയിക്കോട്ട് കൊണ്ടുവരും. ആ പോണ സ്രാങ്ക് പോലെ പോണതാ. നിങ്ങൾ ബാക്ക് നിന്തിയോനെ? ബാക്ക് നിന്തിയോ? ഇത് സ്നാപ്പ് ഫിൽറ്റർ ഉണ്ടോ ഗൈസ്? അപ്പൊ എല്ലാരും ഗെറ്റ് വെൽസ് ഒന്ന് കമന്റ് ഇടട്ടോ. നീ അത് കൂടുണ്ട് നീയാലേ? അത് വെള്ളത്തില് തലമുക്കി വെച്ചാളെ. വെള്ളത്തില് തലമുക്കി വെച്ചാളെ. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിച്ച് ചാടിട്ടോ. ഇല്ലല്ല കരുതി ചാടിട്ടോ. ഇതെന്തറാ ഇതൊക്കെ? ഫോണ് പതതുപ്പിണ്. ഫോണൊന്നും അരിയുമ്പോ അധികം വന്നിട്ടോ. നിങ്ങളല്ലേ ഈ ഫോണ് പിടിച്ച്? ഫോണൊന്നും അരിയുമ്പോ അധികം വന്നു. AJV എത്ര തുപ്പിണ് വെള്ളത്തേക്ക് പറഞ്ഞാണ്ട്. അജോത് ആ ട്യൂബ് എടുക്ക്. ട്യൂബ് എടുത്തോണ്ട് അജോതെ. അജോതിന്റെ മുടിയോക്ക്. ഹേയ് ഇതെന്താണ്? നീർനായിയോ? നീർനായി പോണതാ. അർജന്റീനത്തെ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടാ പോണ്. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട വണ്ടൂരുണ്ട് കേട്ടോ. ആദ്യം ട്രൈ ചെയ്ത ബ്രോ. പൊളി 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 പൊളി. അങ്ങോട്ടേ അടിയാ ഓക്കെയാണ്. നല്ലോണം ബാക്ക് കട പോയാൽ മതി. ഓൻ പോയാ മതി. ഈച്ചു എങ്ങനെയൊക്കെ ചാടിയാ മതി. ആ സെറ്റ് സെറ്റ് സെറ്റ്. അത്രേ ഉള്ളൂ. സ്രാങ്കത കരമാറി പോയിന്. ഓഹോയ് ഓഹോയ് ഹൊയ് ഹൊയ്. ഇവനെ അവിടുന്ന് കെട്ടിപ്പൊളിഞ്ഞ് വന്നപ്പോ നേരെ ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് വന്നോ. അപ്പോൾ ഗൈസ് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുക. എടാ ആർക്ക് ചെവിയും കേൾക്കൂല കണ്ണും കാണൂല. ഫുള്ള് മുടി കൊണ്ട് പറഞ്ഞേക്കാണല്ലോ അജോതിന്റെ. അജോതെ ഇവിടെ വന്നാ. അജോതെ ഇവിടെ തിരിഞ്ഞ. ചെവിയും കേൾക്കണില്ല കണ്ണും കാണില്ല. ശിവനെ ഇതേ ഇത് സ്രാങ്കും പിന്നെ മറ്റേ സിനിമയിൽ ഇങ്ങനെ വരില്ലേ? അയ്യടാ അങ്ങനെ പിടിച്ചണ്ട വിട്ടടാ. ഹായ് മുടിയൊക്കെ മയിലല്ല കൂക്കണേ. അപ്പോൾ ഏകദേശം ഇവിടെ കുളത്തിനട വൈകുന്നേരമായിട്ടോ. ഇനി നമ്മൾ സീനായില്ലേ? ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ
ഫൈനൽ ലാപ്പിലെത്തിയിരിക്കുകയാണ്. കുളത്തിൽ നിന്നൊരു നീന്തൽ മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. അവിടെ പോയിട്ട് ഇങ്ങോട്ട് ആയിട്ടില്ല. നീന്തലിന് വേണ്ടി നമ്മളെ കൂടെ ഉള്ളത് കൂറ്റമ്പാറയിൽ നിന്നും 2 കണ്ടസ്റ്റൻസ്. കൂറ്റമ്പാറയിൽ നിന്നും 2 കണ്ടസ്റ്റൻസ്, ഈച്ചു ആൻഡ് ആഫി. വാഴക്കാട് നിന്നും വാഴക്കാടിൻ്റെ പ്രിയപുത്രൻ നബീൽ അഹമ്മദ് അവർകൾ. പൊട്ടിക്കലിൽ നിന്നും അജ്വദ് അവർകളുമാണ് ഈ ഒരു ജേണിയിൽ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളത്. അല്ല അക്കരെ പോയി ഇക്കരക്കനെ വരണ്ടേ? ഇതാ അജ്വദ് ജയിക്കൂട്ടോ. പൊന്നാനി കൂടിയില്ല കേട്ടോ അതില്. പൊന്നാനി വല്ല മിന്നിട്ടോ അതില്. എടാ ഫോണ് കണ്ടസ്റ്റൻസ് ഓൾ യുവർ മാർക്ക്. വാശിയേറിയ നീന്തൽ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കൂറ്റമ്പാറിൽ നിന്നും 2 നേതാക്കന്മാരും വാഴക്കാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് നമ്മുടെ കൂടെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്, നബീൽ അഹമ്മദ് അവർകൾ. അതുപോലെ തന്നെ പൊട്ടിക്കലിന്റെ നാട് കാണാത്ത സാരഥി, മടിവാളയുടെ സ്വന്തം, പബ്ബുകളുടെ തോഴൻ അജ്വദ്. ബാംഗ്ലൂരിലെ ഓരോ പബ്ബും മരിച്ചു പെറുക്കി നടക്കുന്ന അജ്വദ്. കണ്ടസ്റ്റൻസ് ഓൾ യുവർ മാർക്ക്. അങ്ങനല്ലേ പണ്ട് മുതൽ പറയണത്. അത്ലറ്റ്സ് ഓൺ യുവർ മാർക്ക് സെറ്റ് പി. പറയണതിന് മുന്നേ എല്ലാവരും ചാടിക്കണ്ടോ? നല്ല പെടച്ചിലുണ്ട്, നീളം പോണില്ല. അജ്വദേ അയിമ കേറി ചാടിക്കണ്ടോ? അജ്വദേ 4K ദൃശ്യ മികവില് പിടിച്ചുട്ടോ. AJV ഇതാ കാണികളെ തെല്ലും എതിരാളികളില്ലാതെ AJV 2ാം സ്ഥാനത്ത് ഈസാൻ അവർകളും 3ാം സ്ഥാനത്ത്. ഒരാൾ മത്സരിച്ചിട്ടില്ല ഇനി അതില്. അജ്വദേ ഔട്ടാണ്. ജാ കുന്നുമ്പോ കയറിയിട്ടേ വലിഞ്ഞാണ് ചാടിക്കണം ഇങ്ങോട്ട്. അങ്ങനല്ല അജ്വദ് ആദ്യത്തി, ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? അപ്പൊ അജ്വദ് ആദ്യത്തിട്ടാ. അജ്വദ് നല്ല സിമെന്റ് കുന്നുമ്മലൊക്കെ കയറിയണ്ടേ. ആ ഇങ്ങനെ ചവിട്ടിട്ടേ ഇങ്ങനെ ചാടികള്. അവിടെ 2 ആളൊക്കെയാണ്. നീ ഏതാ ടയർ കൗത്തിലിട്ട് നിൽക്കണുണ്ടോ? ആ ഫോൺ ഇനി എടുക്കാൻ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ആ ഫോൺ എന്തായാലും ഈസാന്റെ ഫോണ് പോയി. ഇമ്മേ കുതിര വിട് തന്നെ കേട്ടോ. എടാ എല്ലാവരും ഒന്ന് കയറിക്കാണി, ഒരു തമ്മിൽ എടുക്കട്ടെ കേട്ടോ സുഹൃത്തുക്കളെ. നല്ല സായാഹ്നമാണ്, നല്ലൊരു വടക്കൻ സായാഹ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഒന്നും മഴയൊന്നും ഇല്ലാണ്ട് പടച്ചോ നമ്മളെ കഴിച്ചിലാക്കി. അൽഹംദുലില്ലാ പടച്ചോ മഴ കൊണ്ടുവന്നില്ല. നല്ല രീതിയിൽ നമുക്ക് ചാടാനും വ്ളോഗ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു. സോ വിച്ച് മീൻസ് വ്ളോഗിങ് തന്നെ തുടരൂ എന്ന് പ്രകൃതി എന്നോട് ഓതുന്ന പോലെയാണ് ഈ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നത്. കാരണം മഴ പോലും മാറ്റിയിട്ട് പടച്ചോ പറഞ്ഞു വ്ളോഗിങ്ങിലേക്ക് പോയിക്കോ, വ്ളോഗിങ് തന്നെ ചെയ്തോ. എടാ വേരി എന്ത് റീമാച്ച് തമ്മിൽ എടുത്തിട്ട് ചെയ്യാം. അജ്വദേ എന്താ പാറമ കുത്തിയോ? അഫീഫിനെ നീന്താൻ പഠിപ്പിച്ചേട്ടത്. ഹൊയ് ഹൊയ് അത് ബാക്കൊക്കെയാണ് ഈ സാധനം. ഹൈ പവനായി ശവമായ പോലെ കിടക്കണം അവിടെ മതിൽമേ. ഈ കുളത്തില് മണിക്കൂറുകൾ മരുന്ന് കിടക്കുന്ന ആളത് പാട്ടടി കിടക്കണം. എന്നാലും കിടക്കും. എത്ര സമയം കിടക്കും? അത്യാവശ്യം കിടക്കും.
അപ്പോൾ നമ്മൾ കുളത്തിലൊക്കെ പോയി വന്ന് ഇന്നത്തെ ദിവസം ഫുൾ എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് 9:30 മണിക്ക് ട്രെയിൻ ഉണ്ട് രാജറാണി, നേരെ തിരുവനന്തപുരം പോകണം. തിരുവനന്തപുരം പോയിട്ട് രാവിലെ 10:30 മണിക്ക് പരിപാടി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗ് കാണുന്നവർ പരിപാടീൻ്റെ ടൈമിലാവും. ഞാൻ പരിപാടിയിൽ ഇരിക്കുന്ന ടൈമിലാവും മിക്കവാറും നിങ്ങൾക്ക് ഈ വ്ളോഗ് കിട്ടുക. ഞാൻ പ്രീമിയർ അയക്കുന്നത് ആ ടൈമിലാവും. സോ വ്ളോഗ് കണ്ടതിന് എല്ലാവരോടും നന്ദി. അപ്പോൾ ഇനി വരാനുള്ള വ്ളോഗ് എന്താ വെച്ചാൽ 2 ദിവസം അടുപ്പിച്ച് പരിപാടി ഉണ്ട്, നാളെ ഉണ്ട്, മറ്റന്നാളുണ്ട്. അപ്പോൾ 2 പരിപാടീൻ്റെ വ്ളോഗ്സ് നമ്മൾ പറ്റുമ്പോൾ നമുക്ക് എടുക്കല്ലേ, പരിപാടീൻ്റെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വ്ളോഗ് ചെയ്യണതായിരിക്കും. സോ നമ്മൾ 23 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 22.2 ആയി. പറ്റുന്ന പോലെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ആൾ. ബൈ ബൈ.